നമസ്കാരം. ശ്രീനിധി ബൊട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്ട്രെയിറ്റ് പാന്റിന്റെ കട്ടിംഗ് വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു തുണിയെ നാലായി മടക്കിയിടണം. നാലായിട്ട് മടക്കിയിടുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് മടക്കിയിടേണ്ടത്. തേരുവിളുമ്പ് ഈ സൈഡിൽ വരണം. നമ്മൾ നിൽക്കുന്ന വശത്തായിരിക്കണം മടക്ക് വശം വരേണ്ടത്. ആദ്യം നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തായി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് നമുക്ക് പാന്റിന് എത്ര അളവാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 39 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് വേണ്ടുന്ന അളവ് 39 ഇഞ്ചാണ്. അതിനെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് വളരെ സിമ്പിളായ രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം താഴെ അറ്റത്തായി 1.5 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അടുത്ത നമ്മൾ 40 ഇഞ്ച് ഹിപ്പളവുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബോട്ടം തയ്ക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 40 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 4 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ അധികം ലൂസ് വേണ്ടാത്തവർക്കാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്താൽ മതി. അവിടെ നിന്ന് താഴേക്ക് ഒരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 14 ഇഞ്ച് നമ്മൾ 14.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇത് കോത് ഭാഗമാണ് ഇതിൻ്റെത്. അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ നല്ലതായിട്ട് ലൂസ് കിട്ടണമെങ്കിൽ 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വേഗം തന്നെ നമ്മൾ സ്റ്റിച്ച് വിട്ടുപോകുന്നതിന് സാധ്യതയുണ്ട്. അവിടെ നിന്ന് അതിനെ ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കണം. ഈ സൈഡിലും നമ്മൾ 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം കാണുക. 16ന്റെ സെന്റർ 8, അതുപോലെ തന്നെ താഴ്ഭാഗത്തും സെന്റർ ഭാഗം കാണണം. പിന്നെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം നമുക്ക് താഴെ നമ്മൾ സെന്റർ ഭാഗം കണ്ടതിൽ നിന്നും 4 ഇഞ്ച് വലത് സൈഡിലേക്കും 4 ഇഞ്ച് ഇടത് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്നും നമ്മൾ ഈ 16 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് നിന്നും താഴെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആദ്യത്തെ പോയിന്റിലേക്ക് ഇതിനെ നമ്മൾ ഈ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും ഈ ഇടത് സൈഡിലേക്ക് നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക.
ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായി അടുത്ത സൈഡ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതിൻ്റെയെങ്കിലും കട്ടിംഗ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ്. അടുത്തതായി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ എപ്പോഴും പാൻറ് തയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് പാൻറിന് 4 ഇഞ്ചാണ് കൂട്ടിയിടാറുള്ളത്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.